ലോകേഷ് കനകരാജ് വാത്മീകി അഭിനയിച്ച് തിയേറ്റർ റിലീസ് വന്ന തമിഴ് സിനിമയാണ് DC എന്ന സിനിമ. ആ സിനിമേന് 2 ദിവസത്തെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പടത്തിന്റെ അഭിപ്രായമാണെങ്കിൽ പോലും എന്തായാലും പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് 1,90,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസം 2,25,00,000, 18% ഗ്രോത്ത് കാണുന്നുണ്ട്. ടോട്ടൽ 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നമ്മുടെ DC എന്ന സിനിമ 4,15,00,000. ഇനി ആന്ധ്ര തെലങ്കാന ഭാഗത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം 1,75,00,000, രണ്ടാം ദിവസം 2,30,00,000. ടോട്ടൽ 2 ദിവസം കൊണ്ട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് ഒക്കെ ആയിട്ട് പടത്തിന് 4,05,00,000. ഇനി കർണാടകയിലെ സിനിമയ്ക്ക് ആദ്യ ദിവസം 75,00,000, കുറവാണ്. പക്ഷെ രണ്ടാം ദിവസം 1,25,00,000, 66% ഗ്രോത്ത് ആണ് സിനിമയ്ക്ക് കർണാടകയിൽ രണ്ടാം ദിവസം കാണാൻ സാധിച്ചത്. ടോട്ടൽ കർണാടകയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 2 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കേരളത്തിലെ സിനിമയ്ക്ക് ആദ്യ ദിവസം ഓപ്പണിംഗ് ആയിട്ട് 45,00,000, രണ്ടാം ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത് 1,50,00,000. ഓൾമോസ്റ്റ് 200% ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് രണ്ടാം ദിവസം കേരളത്തില്. കാരണം നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് നമുക്ക് DC സിനിമയ്ക്ക് കാണാൻ സാധിച്ചത്. കേരളത്തിലാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ടോട്ടൽ 2 ദിവസം കൊണ്ട് കേരളത്തില് 1,95,00,000. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് ആദ്യ ദിവസം ഓപ്പണിംഗ് ആയിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് 5 കോടി, രണ്ടാം ദിവസം 7.25 കോടിയാണ്. 45% ഗ്രോത്ത് ആണ് രണ്ടാം ദിവസം ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സിനിമ 2 ദിവസം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രം 12,25,00,000 ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. മൂന്നാം ദിവസം നല്ലൊരു വീക്കെൻഡ് തന്നെയാണ്, നല്ലൊരു കളക്ഷൻ ആയിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. മറ്റൊരു സിനിമ മലയാളത്തിൽ നിന്ന് ക്രാഷ് ആയിട്ട് റിലീസിന് വന്ന സിനിമയാണ് നമ്മുടെ തുടക്കം എന്ന സിനിമ. ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട് സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ട്. പടം ഓവറോൾ ആയിട്ട് ഒരു ആവറേജ് റെസ്പോൺസ് ആണ്, മോശം പറയാനില്ല, നല്ലൊരു സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു മാർഷൽ ആർട്സിന്റെ ഒരു കലാപരിപാടി കാണുന്നുണ്ട് സെക്കൻഡ് ഹാഫ് എന്ന് എടുത്ത് പറയുന്നുണ്ട് പലരും. ഇതുവരെ ചെയ്യാത്ത കുറച്ച് പെർഫോമൻസ് ആണ് പുള്ളിക്കാരി കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മകളുടെ ഡെബ്യൂട്ട് സിനിമയിൽ. അങ്ങനെ കുറച്ച് പോസിറ്റീവ് സൈഡ് ഉണ്ട്. പിന്നെ ജൂഡ് ആന്റണി ജോസഫ് ആണ് 2018 എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന മറ്റൊരു സിനിമയാണ്. പിന്നെ മ്യൂസിക് ജെയ്ക്സ് വിജയ് ആണ്, ചെമ്മൻ ചാക്കോ ആണ് എഡിറ്റർ. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് സിനിമ കാണുകയാണെങ്കിൽ. കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. ആദ്യ ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് 2,62,00,000 ബോക്സ് ഓഫീസ്. റെസ്റ്റ് ഓഫ് ഇന്ത്യന് മറ്റു ഭാഗത്തേക്കായിട്ട് 40,00,000. ടോട്ടൽ സിനിമയ്ക്ക് ആദ്യ ദിവസം 3,02,00,000 ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട്. രണ്ടാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് 3,60,00,000 ബോക്സ് ഓഫീസ്. 37% ഗ്രോത്ത് കാണുന്നുണ്ട് ഒരു ആവറേജ് റെസ്പോൺസ് ആയി സിനിമയ്ക്ക്. പിന്നെ രണ്ടാം ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വീണ്ടും ഒരു 20,00,000 കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ടോട്ടൽ 60,00,000, 50% ഗ്രോത്ത് ആണ് സിനിമയ്ക്ക് രണ്ടാം ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കാണാൻ സാധിച്ചത്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് രണ്ടാം ദിവസം ഇന്ത്യയിൽ നിന്ന് 4,20,00,000, ഓൾമോസ്റ്റ് 40% ഗ്രോത്ത് ഉണ്ട് സിനിമ. അങ്ങനെ ടോട്ടൽ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 6,22,00,000 2 ദിവസം കൊണ്ട് സിനിമ നേടിയത്. അതുപോലെ തന്നെ 2 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യന്റെ മറ്റു ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് 1 കോടി കളക്ഷൻ ഉണ്ട്. സിനിമ ടോട്ടൽ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 2 ദിവസം കൊണ്ട് 7,22,00,000 നേടിയത്. ടോപ്പ് 3 ബിഗ്ഗസ്റ്റ് ഫീമെയിൽ ലീഡ് സിനിമകൾ മലയാളത്തിൽ നിന്ന് വേൾഡ് വൈഡ് ആയിട്ട് പരിശോധിക്കുമ്പോൾ ആദ്യ ദിവസം ഓപ്പണിംഗില് ലോകേനേക്കാളും കളക്ഷൻ ആണ് നമ്മുടെ തുടക്കം സിനിമ നേടിയത്. ഓൾമോസ്റ്റ് 6,93,00,000 ആയിട്ട് ഒരു ഫീമെയിൽ ലീഡ് സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ ആണ് വേൾഡ് വൈഡ്. അതിൽ തുടക്കം എന്ന സിനിമ നമ്മുടെ വിസ്മയ മോഹൻലാലിന്റെ നല്ലൊരു നേട്ടം കാണുന്നുണ്ട്. രണ്ടാം സ്ഥാനം കല്യാണിയുടെ നമ്മുടെ ലോകയാണ്. മൂന്നാം സ്ഥാനം സൂക്ഷ്മദർശിനിയാണ്. സൂക്ഷ്മദർശിനി 4 കോടി, ലോക 6.66 6,66,00,000. തുടക്കം 6,93,00,000. എന്തെങ്കിലും 2 സിനിമകൾ കണ്ടവരാണെങ്കിൽ പറഞ്ഞ അഭിപ്രായം ബോക്സ് പെടുത്തുക. അപ്പൊ എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്.